ഇവിടെ നേരത്തെ INTC പ്രസിഡന്റ് പറഞ്ഞു, ഇത് സംബന്ധിച്ച് നമ്മൾ വസ്തുതകൾ നിരത്തി കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞു, നിയമസഭയിലും പറഞ്ഞു. ഇവിടെ നിർമ്മാണ തൊഴിലാളികളുണ്ട്, മറ്റ് ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ ഒരു ചതി, തോമസ് ഐസക് ധനകാര്യമന്ത്രിയായി വന്നപ്പോൾ 2016 തന്നെ ഒരു സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. ആ ഉത്തരവ് പ്രകാരം ഒരാൾക്ക് ഒറ്റ പെൻഷന് മാത്രമേ അർഹതയുള്ളൂ എന്നാണ് ആ ഉത്തരവ് പറഞ്ഞത്. അതായത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായി പെൻഷൻ കിട്ടിയിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് വാർദ്ധക്യകാല പെൻഷന് അർഹതയില്ല, വിധവ പെൻഷന് അർഹതയില്ല. ഞാൻ നിയമസഭയിൽ ഇതിന്റെ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിച്ചു. ആദ്യം അതിന്റെ നിയമവിരുദ്ധതയിലേക്ക് കടക്കണം. കേരളത്തിലെ എല്ലാ ക്ഷേമനിധി ബോർഡുകളും നിലവിൽ വന്നത് നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു ആനുകൂല്യം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി റദ്ദാക്കാൻ കഴിയുമോ? ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു TU നേതാവ് കോടതിയെ സമീപിച്ചാൽ ഈ അവകാശം നമുക്ക് ഈ തൊഴിലാളികൾക്ക് രണ്ടാമത് വാങ്ങിക്കൊടുക്കാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതാണ് ഇതിലെ പോയിന്റ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ആകട്ടെ, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ആകട്ടെ, അടുത്ത കാലത്ത് വന്ന തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ആകട്ടെ, കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ആകട്ടെ, ഈ എല്ലാ ക്ഷേമനിധിയും കേരള നിയമസഭ നിയമം മൂലം പാസ്സാക്കിയെടുത്ത ക്ഷേമനിധികളാണ്. അത് സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ വഴി അതിന്റെ ആനുകൂല്യത്തെ തടയാൻ പറ്റില്ല. അപ്പൊ ഇവരത് ചെയ്തു. രണ്ട്, ഈ ക്ഷേമനിധിയെല്ലാം നിങ്ങൾ അംശാദായം കൊടുത്തല്ലേ? അംശാദായം കൊടുക്കുന്നുണ്ട്. ഇപ്പോ 2 മാസം മുമ്പ് ഈ തൊഴിൽ വകുപ്പ് പിരിച്ചുകൊണ്ടിരുന്ന നിർമ്മാണ തൊഴിലാളി വിഹിതം ഇപ്പോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് LSCDക്ക് വിട്ടുകൊടുത്തു. ഇപ്പോ 2 മാസമായിട്ട് അത് പിരിവ് തുടങ്ങിയാൽ ഒരാൾ വീട് പണിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് നമ്പർ കിട്ടണമെങ്കിൽ ഇതിന്റെ വിഹിതം കൂടി അടയ്ക്കണം. വലിയ വീട് എസ്റ്റിമേറ്റ് അനുസരിച്ച്. അപ്പോ ആ വിഹിതം കിട്ടും, തൊഴിലാളി ക്ഷേമനിധിയുടെ അംശാദായം കിട്ടും. എന്നിട്ട് ഇവിടെ 2000 കോടി രൂപയ്ക്ക് മുകളിൽ, ഇവിടെ അധ്യക്ഷനും ജോണിയെല്ലാം പറഞ്ഞു, ഏറ്റവും സമ്പന്നമായ ഈ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 16 മാസമായി കുടിശ്ശികയാണ്. നമുക്ക് തർക്കം പരിഹരിക്കാം. കാരണം ചിലർക്ക് 21 മാസം കിട്ടാനുണ്ട്, ചിലർക്ക് 17 മാസം കിട്ടാനുണ്ട്, ചിലർക്ക് 16 മാസം കിട്ടാനുണ്ട്. ബാലകൃഷ്ണനോട് ഞാൻ അവസാനം സംസാരിച്ചു. നമുക്ക് എന്തായാലും 16 മാസം ഒട്ടുമിക്ക ജില്ലയിൽ കുടിശ്ശികയാണ്. മറ്റൊരു കണക്ക് നിങ്ങൾ കേൾക്കണം. പുതിയ പെൻഷൻ ലഭിക്കാൻ അപേക്ഷ നൽകിയവർക്ക് കുടിശ്ശിക എത്രയാണെന്നറിയാമോ? 24 മാസമായി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ പുതിയ അപേക്ഷ കൊടുത്തവർക്ക് പെൻഷൻ കൊടുത്തിട്ട് 24 മാസമായി. അതായത് 1/6/2023 മുതൽ 1/6/2025 വരെ കുടിശ്ശികയാണ്. ഒരു ദ്രോഹം ഇവർ ചെയ്ത്, ദ്രോഹം എന്നെ കേൾക്കണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ക്ഷേമനിധിയിൽ പെൻഷൻ കിട്ടാൻ ആ തൊഴിലാളി ക്ഷേമനിധിയിൽ അപേക്ഷിക്കുന്ന ദിവസം മുതലാണ് പെൻഷൻ അർഹത. ഐസക് എന്താ ചെയ്തത്? പാസ്സാകുന്ന ദിവസം മുതലാണ് പെൻഷൻ അർഹത. അപ്പോ ഇവരെന്ത് ചെയ്യും? 10-12 മാസം ഇത് ജില്ലാ ഓഫീസിൽ വെച്ചേക്കും. എന്നിട്ട് അത് സംസ്ഥാന ഓഫീസിലേക്ക് അയക്കും. അവിടെ 5 മാസം വെക്കും. എന്നിട്ട് ക്ഷേമനിധി ബോർഡ് അംഗീകരിക്കണം. ബോർഡിൽ ഇത് 4 മാസം ഡിലേയാക്കും. അപേക്ഷിച്ചാലും 2 കൊല്ലം കഴിഞ്ഞാണ് പാസ്സാക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിൽ ഇത് അപേക്ഷിക്കുന്ന തീയതി മുതൽ പെൻഷൻ ആണെങ്കിൽ ഇത് ഇവർ പാസ്സാക്കുന്ന തീയതി വരെയാണ് പെൻഷൻ. വിവാഹ ധനസഹായം മുടങ്ങിയിട്ട് 15 മാസമായി, ചികിത്സാ ധനസഹായം മുടങ്ങിയിട്ട് 15 മാസമായി, മരണാനന്തര ആനുകൂല്യം മുടങ്ങിയിട്ട് 15 മാസമായി, സ്കോളർഷിപ്പ് മുടങ്ങിയിട്ട് 15 മാസമായി, ഗുരുതര രോഗം ബാധിച്ചവർക്കുള്ള സഹായം മുടങ്ങിയിട്ട് 6 മാസമായി. എന്തിന് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിയുടെ എക്സ്ഗ്രേഷ്യ പെൻഷൻ കൊടുക്കുന്നില്ല? 50-55 വയസ്സാകുമ്പോ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അല്ലെ TC. നമ്മള് ഈ കൊല്ലത്തും കുണ്ടറയിലൊക്കെ കശുവണ്ടി ഫാക്ടറി പോകുമ്പോ പിടിച്ചു നിർത്തി പാവപ്പെട്ട തൊഴിലാളി ചോദിക്കുകയാണ്, എടാ ശരിക്കും അറിയാം ഇത് എക്സ്ഗ്രേഷ്യ പെൻഷൻ
നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മനുഷ്യത്വ വിരുദ്ധമായ ഒരു സമീപനം ഒരു സർക്കാർ സ്വീകരിക്കാൻ പാടുണ്ടോ? അതാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു തൊഴിലാളിക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടും, 60 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യകാല പെൻഷൻ കിട്ടും, അവർ വിധവയാണെങ്കിൽ വിധവ പെൻഷൻ കിട്ടും. 3 പെൻഷൻ വരെ ഒരു തൊഴിലാളിക്ക് അർഹതയുണ്ടായിരുന്നെങ്കിൽ അത് ഒറ്റ പെൻഷൻ ആക്കിയ ഈ സർക്കാരിന് നിലമ്പൂരിൽ ഒരു തിരിച്ചടി കൊടുത്താൽ ചിലപ്പോൾ ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ ഇവരെ പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ആളുകൾ അയലോക്കത്തെല്ലാം പോയിട്ട് നിലമ്പൂരിൽ ഒരു PV സാർക്കയുടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവരെ ഇവിടെ ഒന്ന് തോപ്പിച്ച് കിട്ടിയാൽ പഴയ 3 പെൻഷൻ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരവസരമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരോടും പറയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ 18 അതാണ് ചന്ദ്രശേഖരൻ ചേട്ടൻ പറഞ്ഞത്, ഞാനും ഷാഫിയും വീഡിയോ ചെയ്തത് പച്ചക്കള്ളം പറയാണ്. 18 മാസം ഞാൻ ബാലഗോപാലിനോട്, ജോണേട്ടാ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ ബാലഗോപാലിനോട്, നിയമസഭയിലാണ് ഞാൻ ചോദിച്ചു, നിങ്ങൾ 18 മാസം പെൻഷൻ കുടിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ ലേഖനം എഴുതി ഗവൺമെന്റ് എക്സ്ചക്കറിൽ നിന്നും 1 രൂപ ചെലവാക്കണമെങ്കിൽ അതിനൊരു ഹെഡ് ഓഫ് അക്കൗണ്ട് കാണും. നിങ്ങൾ ഈ വന്നതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് എന്ന് ഇപ്പൊ ഈ നിയമസഭയിൽ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രശ്നം അവസാനിപ്പിച്ചേക്കാം, നിങ്ങളെ അംഗീകരിക്കാം. അപ്പൊ ഇയാൾ പറയാണ്, വിഷ്ണുവിന് പെട്ടെന്ന് ഇങ്ങനെ ചാടി ഇരുന്നിട്ട് ചോദിച്ചാൽ എനിക്ക് തരാൻ പറയുന്നതാണോ, പറ്റുന്നതൊക്കെയാണോ ഈ കണക്കൊക്കെ? ഞാൻ വിട്ടില്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെപ്പോ പറയണ്ട, നിങ്ങളുടെ ഉദ്യോഗസ്ഥ ഗാലറിയിൽ ഫിനാൻസ് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഇപ്പോണ്ട്, ഒരു കടലാസ് എഴുതി കൊടുക്കാൻ. അവരോട് ചോദിക്കുക ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ഉമ്മൻചാണ്ടിയുടെ 18 മാസത്തെ കുടിശ്ശിക നമ്മൾ കൊടുത്തത്. അവരിപ്പോ കുറിച്ച് തരും, അത് നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ 18 മാസം കുടിശ്ശികയാണെങ്കിൽ 16, 21 അത് കൊടുക്കുന്നതാണ് ഇവർ പറയുന്നത്. 12 മാസമാണ് ഒരു വർഷം ഇൻസ്റ്റാൾമെന്റ്, 12 ഇൻസ്റ്റാൾമെന്റ്, 5 വർഷം 60 ഇൻസ്റ്റാൾമെന്റ്. നിങ്ങൾ 18 മാസത്തെ പെൻഷൻ നിങ്ങൾ കൊടുത്തെങ്കിൽ 16 മുതൽ 21 വരെ 78 ഇൻസ്റ്റാൾമെന്റ് ഉണ്ടാകണം. ആ 78 ഇൻസ്റ്റാൾമെന്റ് കൊടുത്തതിന്റെ കണക്ക് കാണിക്കും ഇല്ല. അതിനുവേണ്ടി ഇറക്കിയ ഒരു സർക്കാർ ഉത്തരവ് കാണും, അത് കാണിക്കും ഇല്ല. ഞാൻ പറഞ്ഞു ഇതൊന്നും നിങ്ങളുടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങൾ കാണിക്കാം. തോമസ് ഐസക്കിന്റെ ധവളപത്രം, പെൻഷൻ കുടിശ്ശിക 1000 കോടി. തോമസ് ഐസക് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന തൃപ്പൂണിത്തുറ MLA ആയിരുന്നപ്പോൾ സ്വരാജിൽ നിയമസഭയിൽ കൊടുത്ത മറുപടി 1000 കോടി, 1300 കോടി. തോമസ് ഐസക്കിന്റെ 16-17 പുതുക്കിയ ബഡ്ജറ്റ് രേഖ 1000 കോടി. 18 മാസത്തെ കുടിശ്ശികയാണെങ്കിൽ 4500 കോടി വേണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബജറ്റ് രേഖയിൽ പറയുന്നു കുടിശ്ശികയായി കൊടുത്തത് 1000 കോടി. പിന്നെ നിങ്ങളുടെ രേഖയിൽ പറയുന്നതല്ലേ ഞങ്ങൾ എടുക്കേണ്ടതുള്ളൂ. ഇന്നലെ നമ്മുടെ ശിവൻകുട്ടി ഒരു പോസ്റ്റ് ഇട്ടേക്കാണ്, വെള്ള പേപ്പർ പെൻഷൻ ഷാഫിയും വിഷ്ണുനാഥും കൂടെ അനുവദിച്ചു എന്നാണ്. വെള്ള പേപ്പർ അല്ല, വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ പുള്ളി വിചാരിച്ചിരിക്കുന്ന ആളാണ്. ധവളപത്രം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ധവളപത്രത്തിൽ 1000 കോടി എന്ന് പറയാൻ വെള്ള പേപ്പർ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ്. വെള്ള പേപ്പറിനെ കുറിച്ച് പറയുകയാണ്. വെള്ള പേപ്പർ, വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ധവളപത്രം. ഒരു ഗവൺമെന്റിന്റെ ധനകാര്യസ്ഥിതിയെ സംബന്ധിച്ച് പുറത്തിറക്കുന്ന അല്ലേ ആധികാരിക രേഖയാണ് ധവളപത്രം. അത് KM മാണിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഐസക് 16-ൽ പുറത്തിറക്കിയതാണ്. ഇനി ഞാൻ വേറെ കാര്യം കൂടെ ചോദിച്ചു, ആ മാണി സാറിനെതിരെ ഒരു ബാർ മുതലാളി ഒരു ആരോപണം ഉന്നയിച്ചപ്പോ ഈ പാവം മാണി സാർ ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നിയമസഭ തല്ലിപ്പൊളിച്ച ഞങ്ങൾ 18 മാസം കുടിശ്ശികയാക്കിയിട്ട് ഒരു അടിയന്തര പ്രമേയോ ഒരു സബ്മിഷനോ ഒരു കോളിംഗ് അറ്റൻഷനോ പോലും ഈ വിഷയത്തിൽ നിയമസഭയിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഏതോ നിസ്സാര കാര്യത്തിന് തിരുവനന്തപുരം നഗരം മുഴുവൻ അപ്പിയിട്ട് നാട്ടിച്ച നിങ്ങൾ 18 മാസം പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു സമരം പോലും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവിടെ ചക്കിട്ടപ്പാറയിൽ ജോസഫ് എന്ന് പറഞ്ഞൊരു നിരപരാധിയായ മനുഷ്യൻ, ഷാഫിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, വടകര പാർലമെന്റാണ്, 5 മാസം പെൻഷൻ കുടിശ്ശികയായപ്പോൾ കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. ചക്കിട്ടപ്പാറയിലെ ജോസഫ്. നമ്മൾ ആ വിഷയം അടിയന്തര പ്രമേയമാണ് ഞാൻ അവതരിപ്പിച്ചത്. 6 മാസത്തിനിടയിൽ 6 മാസം കുടിശ്ശികയായപ്പോൾ നമ്മൾ 3 അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ട് 18 മാസം കുടിശ്ശികയായിട്ടും നിങ്ങൾ ഒരു അടിയന്തര പ്രമേയം പോലും നിയമസഭയിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇപ്പൊ ഇവര് സ്വരാജ് പറഞ്ഞു നമ്മൾ പെൻഷൻ വെട്ടിച്ചുരുക്കിയതിനെ കുറിച്ച് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ സ്വരാജ് പത്രക്കാരോട് പറഞ്ഞു
അവരുടെ കാലത്ത് 34 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കാലത്ത് ഇപ്പൊ നമ്മൾ 60 ലക്ഷം പേർക്ക് കൊടുക്കും. 60 ലക്ഷം പേർക്ക് കൊടുക്കുന്നതിൽ 50 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട്. സാമൂഹ്യ പെൻഷൻ 10 ലക്ഷം ക്ഷേമനിധി പെൻഷനാണ്. അപ്പോ അവരുടെ കാലത്ത് 34 ആണെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പോ 50 കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ വെട്ടിച്ചുരുക്കിയാൽ എങ്ങനെയാണ് കൂടുന്നത്? അപ്പം അതിന്റെ കണക്കെന്താന്ന് വെച്ചാൽ അച്യുതാനന്ദൻ അധികാരം വിട്ടൊഴിയുമ്പോൾ കേരളത്തിൽ സാമൂഹ്യ പെൻഷൻ കിട്ടുന്നവരുടെ എണ്ണം 16 ലക്ഷം. കിട്ടുന്ന തുക 300 രൂപ. അതിന് 4 വർഷം 250 ആയിരുന്നു. അവസാനത്തെ വർഷം ആഴ്ച 50 കൂട്ടി 300 ആക്കി. 300 രൂപ. പിന്നെ 400 ആക്കിയത് ഉമ്മൻചാണ്ടിയാണ്, 500 ആക്കിയത് ഉമ്മൻചാണ്ടിയാണ്, 600 ആക്കിയത് ഉമ്മൻചാണ്ടിയാണ്, മാണിസാറാണ്. 75 വയസ്സിന് മുകളിലുള്ളവർക്ക് 1200 ആക്കിയത്, 80 വയസ്സിന് മുകളിൽ വൈകല്യമുള്ളവർക്ക് 1200 ആക്കി. പിന്നെ അതിനുശേഷം 800 രൂപയാക്കി അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും 800 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പല സ്ലാബിലാക്കി. 16 ലക്ഷമായിരുന്ന പെൻഷൻ ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുമ്പോൾ 34 ലക്ഷമായി. നിങ്ങൾ 9 കൊല്ലമായിട്ടും 50 ലക്ഷം ആയിട്ടുള്ളൂ. 16 ലക്ഷം 34 ലക്ഷമാക്കിയതാണോ കാർത്തിക് ശശി കൂടുതൽ, അതോ 34 ലക്ഷം 9 കൊല്ലം കൊണ്ട് 50 ലക്ഷമാക്കിയതാണോ? അല്ലെ? 9 കൊല്ലം കൊണ്ട് 16 ലക്ഷത്തിന്റെ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. സ്വാഭാവിക വർധനവ് ഉണ്ടാകാത്തതിന്റെ കാര്യം എന്താ? ഈ പെൻഷൻ പിടിച്ചു ചുരുക്കി ഒന്നാക്കി മസ്റ്റർ ചെയ്ത് കുറെ പാവങ്ങളെ ഒഴിവാക്കി. ഉമ്മൻചാണ്ടി ചെയ്തൊരു വലിയ കാര്യമുണ്ട്, ഓർമ്മയുണ്ടോ? ഇവിടെ പഴയ പഞ്ചായത്ത് മെമ്പർമാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാനുള്ള വയസ്സ് 65 ആയിരുന്നു. ഉമ്മൻചാണ്ടി അത് 60 ആക്കി ചുരുക്കി. അപ്പൊ ഒരു വാർഡിൽ തന്നെ ഒറ്റയടിക്ക് 65-60 ആയപ്പോഴേക്കും ഒരു വാർഡിൽ എത്ര ആളുകൾക്കാണ് പുതിയതായി കേരളത്തിൽ ലക്ഷക്കണക്കിന്, ഒരു വാർഡ് ഞാൻ എടുക്കാം, കേരളം മൊത്തം എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതിയതായി ആനുകൂല്യം കിട്ടി. ഞാൻ എന്റെ പ്രശ്നം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്ഷേമനിധി പെൻഷൻ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ മുൻപ് ഒന്നിലധികം പെൻഷൻ ലഭിച്ച മുഴുവൻ തൊഴിലാളികൾക്കും അത് പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റിൽ എടുക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയണം. ഈ മീറ്റിംഗില് നമ്മളിവിടെ ആലോചിച്ച കാര്യം KC വേണുഗോപാൽ മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കന്മാർ, രമേശ് ചെന്നിത്തല വരെ, ET മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം, CP ജോൺ അടക്കം ഇവിടെ UDF നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും എത്തിക്കണം. കാരണം പച്ചക്കള്ളം പറയുന്നതിന് ഒരു മടിയുമില്ലാതെ അത് ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ് ഇവിടെ ഇവരനുവർത്തിക്കുന്നത്. അതിനെന്തായാലും ഇത്രയും കാര്യങ്ങൾ വിശദമായി സൂചിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയ TU നേതാക്കന്മാരെ പ്രത്യേകമായി അവരോടുള്ള നന്ദി KPCCക്ക് വേണ്ടി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.